ഉണ്ടാക്കാൻ ഇങ്ങനെ തരത്തിൽ പറ്റുന്നുണ്ട്. അല്ലാതെ വലിയ തോതിലൊക്കെ ഉള്ള ഒരു 1000 ഇപ്പോൾ BV3 ഒക്കെ വളർത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ള കോഴികളൊക്കെ 1000 2000 ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ ദയവേത് ഈ മെഷീൻ ഓർഡർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ മെഷീന് ഒരു 30,000 35,000 സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ മെഷീനുകൾ യൂസ് ചെയ്യുക. കാരണം ഇത് വെറും ഒരു 150-100 കോഴികൾക്ക് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പർപ്പസിന് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ പൊടിമീനാണ്. നമ്മൾ ഈ പാടത്തു നിന്നൊക്കെ കിട്ടുന്ന പൊടിമീനാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മത്തിയുടെ വേസ്റ്റ് അതേപോലെ കോഴിയുടെ വേസ്റ്റ് പല ആൾക്കാരും ചോദിച്ചിരുന്നു. അതൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ കാണിക്കുന്ന എത്രത്തോളം ബ്ലേഡിൻ്റെ മൂർച്ച ഉണ്ട്, എത്രത്തോളം നമുക്ക് അരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ ഇടുമ്പോൾ ബ്ലേഡിൻ്റെ ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആ സെൻറ്ററിൽ കുറച്ച് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇനി ഇതേപോലത്തെ വള്ളിയുള്ള പുല്ലുകൾ ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഇങ്ങനെ പിരിയാൻ ചാൻസ് ഉണ്ട്. ഇല കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടുന്നുണ്ട്, അരിഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷെ അതേപോലെ ഈ വള്ളി അതിൻ്റെ നടുവിൽ കൂടെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ചിറ്റി പണിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടൂല. പിന്നെ വള്ളിയില്ലാത്ത പുല്ലുകളാണെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ലീഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഓമക്കായുടെ ഇല ഇടുന്നുണ്ട്. ഓമക്കായുടെ ഇല ചെറിയ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക ബ്ലേഡ് ഓൺ ആക്കിയതിൻ്റെ ശേഷം വേണമെന്നില്ല. ബ്ലേഡ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഇടുന്നത്. അതിൻ്റെ ശേഷം മൂടി അടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ജസ്റ്റ് ഒന്ന് അടക്കുന്നുണ്ട്. അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം അരിഞ്ഞ് കിട്ടുന്നുണ്ടെന്ന് നോക്കൂ കേട്ടോ. ഓക്കെ, കണ്ടോ, ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ചെറിയ പർപ്പസിന് നമുക്കിത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഈ സാധനം. നന്നായി ഒരുപാട് ആൾക്കാർ ഇതേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇത് കൈയാണ്, അതേപോലെ കറണ്ടാണ്, കളിക്കുന്ന കളിയല്ല. ഇനി ഇതേപോലെ വാഴയുടെ ഇല ഞാനിങ്ങനെ ചെറുതായിട്ട് വെട്ടിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ചോപ്പറിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അരിഞ്ഞ് കിട്ടുന്നുണ്ട് വാഴയുടെ ഇലയൊക്കെ കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഴം ഉണ്ടല്ലോ, പച്ചപ്പഴമാണ്. പച്ചപ്പഴം നമുക്ക് അരിഞ്ഞ് കിട്ടുന്നത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് അടിപൊളിയാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് പല ആൾക്കാർ പല ഡൗട്ടുകളും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ആ ഡൗട്ടുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് മോട്ടറാണ് വെച്ചിട്ടുള്ളത്. 135 വാട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു കമ്പനി ബേസ്ഡ് ആയിട്ടൊന്നും ചെയ്യുന്നതല്ല. നമ്മൾ വീട്ടിൽ നമ്മളെ ആവശ്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്തു, തീറ്റ ചിലവ് കൂടുതലാണ്. അപ്പോൾ അവർ ഉണ്ടാക്കിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ വീഡിയോ ഒക്കെ പബ്ലിക് ആക്കുന്നത്. പിന്നെ നമ്മൾ ഈ